നാട്ടെടുക്കളയിൽ ഇന്ന് കൈപ്പക്ക തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 2 കൈപ്പക്ക ഇതേപോലെ ചെറുതായി നുറുക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞിടണം, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൈപ്പക്ക കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടുപ്പിലേക്ക് മാറ്റാം. ഇതിനെ മൂടി വെക്കാം. ഇതിനെ നോക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടി വെക്കാം. ഇതിൻ്റെ വെള്ളം വറ്റാനുണ്ട്. ആയോ നോക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കൈപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് അരച്ച് വെക്കാം. ഇനി ഇതിലേക്ക് കടുവറക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടായി വരും. ഇതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു ബ്രൗൺ കളർ വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞു പോയാൽ കയ്പടിക്കും. അതുകൊണ്ട് ഇതേ പാകത്തിന് എടുക്കാം. അങ്ങനെ നമ്മളെ കൈപ്പക്ക തോരൻ റെഡിയായി. ഇത് സവാളയെല്ലാം ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കൂല. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.